بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമ. അൽ ബഖറയിലെ 253 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്കെടുക്കാനുള്ളത്. പരിഭാഷയിൽ 399 പേജ്. എടുത്തോ എല്ലാവരും? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض ما الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. ഇൻഷാ അല്ലാഹ് കുറച്ച് കൂടുതൽ ഓതിയിട്ടുണ്ട്. ഒരു വിഷയത്തിൻ്റെ പൂർത്തീകരണം അത് വേണ്ടിയിട്ടാണ് ഓതിയത്. സമയമുണ്ടെങ്കിൽ നമ്മൾ തീർക്കും, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് സാരമില്ല. അതിനിടക്കൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നില്ല, കാരണം ഒന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയാണ്. തീരും ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ സബ്ജക്റ്റുകൾ ആരും മറന്നു പോയിട്ടില്ല. ത്വാലൂത്ത് ജാലൂത്ത് അല്ലേ, യുദ്ധങ്ങൾ, അധികാരങ്ങൾ, ഇസ്ലാമിൻ്റെ വിജയങ്ങൾ, ബനു ഇസ്രായേലിൻ്റെ നന്ദികേട്. ഇപ്പോൾ കുറേ നബിമാരുടെ കഥകൾ മാഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയിലൂടെ കുറേ നമ്മൾ അറിയാത്ത സംഭവങ്ങളിലൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്.
നമുക്ക് കുറേ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് 1,00,000 ചിലാനും അമ്പിയാക്കൾ ഭൂമിയിൽ വന്നിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹ് വേദഗ്രന്ഥം കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ അമ്പിയാക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എത്ര അമ്പിയാക്കളുടെ പേരുണ്ട് ഖുർആനിൽ? 25ഓളം അമ്പിയാക്കളുടെ പേര് മാത്രമേ ഉള്ളൂ. കുറേ റസൂലുണ്ട്, കുറേ നബിമാരുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യ വിഷയങ്ങളിൽ പറഞ്ഞതാണ്. ചില നബിമാരെന്ന് പറയുമ്പോൾ മുൻകഴിഞ്ഞ ഒരു ഏത് റസൂലാണ് മുമ്പ് വന്നത് അതേ വേദഗ്രന്ഥത്തിന് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും ഈ നബിമാർ വരുന്നത്. ചില നബിമാർക്ക് അള്ളാഹ് പ്രത്യേകിച്ച് എന്ത് ചെയ്യും? ഗ്രന്ഥങ്ങൾ കൊടുക്കും. അള്ളാഹു പ്രത്യേകം കൊടുക്കും അല്ലേ? ഈ നിലക്കൊക്കെ അള്ളാഹ് എല്ലാ കഥകളും പറഞ്ഞിട്ട് പറയാണ് തിൽക്കർ റുസുൽ, ആ റസൂലുകളൊക്കെ അഥവാ ഈ പറയപ്പെട്ട എല്ലാ നബിമാരും ഫദ്ദൽന ബഅലഹും അലാ ബഅൽ, അവരിൽ ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അള്ളാഹ് പദവി ഉയർത്തിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. ചില നബിക്ക് മറ്റേ നബിയുടെ സ്ഥാനം ഇല്ല എന്നല്ല പറഞ്ഞത്. എല്ലാ നബിമാരിലും നമ്മൾ വിശ്വസിക്കണം. നമ്മൾക്കൊക്കെ ആമന റസൂൽ എന്നായത്തറിയാം അല്ലേ? നമ്മൾ എല്ലാ നബിമാരും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും പിന്നെ അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഈസാ നബി എന്നൊക്കെ പറയില്ലേ? ക്രിസ്ത്യാനിക്ക് മറുപടി പറയുകയായിട്ട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? നമുക്ക് എല്ലാ നബിമാരും എന്താണ്? ഒരുപോലെ. എന്നാൽ അള്ളാഹു ചില നബിമാർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ദറജ ഉയർത്തി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? മിൻഹും, അവരിലുണ്ട് നബിമാരിൽ, മൻ കല്ലമല്ലാഹു, അള്ളാഹു സംസാരിച്ച നബിയുണ്ട്. ഈ ഭാഗത്തൊന്ന് പറഞ്ഞാനേ, അള്ളാഹ് സംസാരിച്ച നബി മൂസാ നബി അല്ലേ? മിൻഹും മൻ കല്ലമല്ലാ, അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചു അല്ലേ? അള്ളാഹു സംസാരിച്ച നബിമാരുണ്ട്. അതുകൊണ്ടാണ് മൂസാ നബിക്ക് കലീമുള്ള എന്ന പേര് പറയുന്നത്. എപ്പോഴെങ്കിലും കിസ് പ്രോഗ്രാമൊക്കെ ഉണ്ടാകും ചോദിച്ചാൽ മതി, ആരാണ് കലീമുള്ള, ആരാണ്? മൂസാ നബി. പിന്നെ അള്ളാഹ് സംസാരിച്ച വേറെ നബിയുണ്ട്. ഈ ഭാഗത്ത് പറഞ്ഞേ, തെറ്റിപ്പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? സംസാരിച്ചില്ലേ? മിഅ്റാജിനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം റസൂലുള്ളാഹിൻ്റെ പദവി കലീമുള്ളയാണ്. ഇതാണ് അള്ളാഹ് സംസാരിച്ച നബിയുണ്ട്. വറഫഅ, അള്ളാഹ് ഉയർത്തി, ബഅലഹും ദറജാത്ത്, ചിലരെ പദവികൾ ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. സംസാരിച്ചത് പദവി ഉയർത്തിയതാണ്. ഇനി ഇബ്രാഹിം നബിയെ പദവി ഉയർത്തിയിട്ടുണ്ട്, ഖലീലുല്ലാ എന്നാണ് പറഞ്ഞത് അല്ലേ? നബിമാരിൽ ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരുണ്ട്. ഈസാ നബിക്ക് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട്. ഈസാ നബിക്ക് അല്ലാഹു തആല പിന്നെ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവ് കൊടുത്തു. കളിമണ്ണ് കൊണ്ട്, നമ്മൾ പഠിച്ചതല്ലേ, കളിമണ്ണ് കൊണ്ട് പക്ഷി രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അള്ളാഹിൻ്റെ സമ്മതത്തോടു കൂടി അതിനെന്ത് ചെയ്യും? ജീവൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങൾ മാറ്റലുണ്ട്. വീടുകളിൽ സൂക്ഷിച്ചു വെച്ചത് പറയലുണ്ട്. അങ്ങനെ ഓരോ നബിമാർക്കും ഓരോന്ന് കൊടുത്തു. ഇപ്പോൾ ഇബ്രാഹിം നബി ഖലീലുള്ളയായി, മുഹമ്മദ് റസൂലുള്ളയും ഖലീലായി. അപ്പോൾ ഖലീലുള്ള അള്ളാഹിൻ്റെ റസൂല് ഖലീലുമാണ്, കലീമുമാണ്, അള്ളാഹിൻ്റെ കൂട്ടുകാരനുമാണ്, ഒറ്റ ചങ്ങാതിയാണ്, സംസാരിച്ചിട്ടുണ്ട് അള്ളാഹ്. എന്നാൽ ഇബ്രാഹിം നബിക്ക് 2 പദവിയുമില്ല, മൂസാ നബിക്ക് 2 പദവിയുമില്ല. എല്ലാ നബിമാരും ഒരുപോലെയാണ് നമ്മൾക്ക്. അള്ളാഹു അവർക്ക് ചിലരേക്കാൾ ചില സ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഇത് ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് 1,00,000 ചില അമ്പിയാക്കൾ വന്നു. പിന്നെ അതിൽ അള്ളാഹ് പറയുന്നുണ്ട്, ചില നബിമാരുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ചിലരുടെ കഥ അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? ഇതൊക്കെയാണ് ഈ വിഷയം. മിൻഹും മൻ കല്ലമല്ലാഹു, അതിൽ അള്ളാഹ് സംസാരിച്ചവരുണ്ട്. വറഫഅ ബഅലഹും ദറജാത്ത്, ചിലരേക്കാൾ പദവികൾ നാം ഇങ്ങനെ ഉയർത്തിക്കൊടുത്തു. വആതൈന ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസക്ക് നാം നൽകി അൽ ബയ്യിന, ദൃഷ്ടാന്തങ്ങൾ. എപ്പോഴും ഈസാ നബിനെ പറ്റി പറയുമ്പോൾ ഈസ ഇബ്നു മറിയം എന്ന് പറയും. ഇതെന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പറ്റി ദൈവപുത്രൻ, അള്ളാഹിൻ്റെ പുത്രൻ ഇങ്ങനെ പറയുന്നതിന് മറുപടിയാണ് അള്ളാഹ് എന്ത് കൊടുക്കുന്നത്? ദൈവത്തിലേക്ക് ചേർത്ത് ദൈവത്തിനൊരു പുത്രൻ സ്വീകരിച്ചിട്ടില്ല അല്ലേ? അത് പിന്നെ ഏറ്റവും അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു വാക്കാണ്. അതുകൊണ്ടാണ് ഈസാ നബിയെ പറ്റി പറയുമ്പം ഉമ്മയായ ഒരു മനുഷ്യ സ്ത്രീ, ആ മനുഷ്യരിലേക്ക് തന്നെയാണ് ചേർത്തുന്നത്, അള്ളാഹിലേക്ക് ചേർത്താൻ പാടില്ല. ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത്. ഈസ ഇബ്നു മറിയമിന് നൽകി അൽ ബയ്യിന, ദൃഷ്ടാന്തങ്ങൾ. നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു, എന്തൊക്കെയായിരുന്നു നൽകിയത്? തെളിവെന്താ? ഈസാ നബിക്ക് നൽകിയത് കളിമണ്ണുകൊണ്ട് കുരുവികൾ ഉണ്ടാക്കി പറത്തി, അതുപോലെ തന്നെ മരിച്ചവരെ ജീവിപ്പിച്ചു, രോഗങ്ങൾ മാറ്റിക്കൊടുത്തു, സൂക്ഷിച്ചു വെച്ചതൊക്കെ പറഞ്ഞു കൊടുത്തു. ഒക്കെ ബി ഇതിനില്ല, അള്ളാഹിൻ്റെ
അനുവാദം കൊണ്ടാട്ടോ. ഈസാ നബിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാ ആയത്തിലും എന്തുണ്ടാകും? ബി ഇതിനില്ല, അള്ളാഹിൻ്റെ അനുവാദത്തോടു കൂടി. വ അയ്യദിനാഹു, നാം അദ്ദേഹത്തെ ബലപ്പെടുത്തി, ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ക്രിസ്ത്യാനികൾ വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല ഖുർആൻ വ്യാഖ്യാനിച്ചത്. പരിശുദ്ധാത്മാവ് എന്ന് ഖുർആനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജിബ്രീലാണ്. ജിബ്രീൽ മുഖേന ഈസാ നബിക്ക് വഹി നൽകിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ആയത്തുകളിലൊക്കെ ബലം നൽകുകയാണ്, സമൂഹത്തിൽ പ്രബോധനം ചെയ്യാനുള്ള വിശാലമായ ഒരു അവസ്ഥ നൽകുകയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വ അയ്യദ്നാഹു, നാം അദ്ദേഹത്തെ ബലപ്പെടുത്തി, ബിറൂഹിൽ ഖുദുസ്, ജിബ്രീൽ മുഖേന, പരിശുദ്ധാത്മാവ് മുഖേന. ഈ പരിശുദ്ധാത്മാവ് എന്നതിന് ഈ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട സൂറത്തുണ്ട്. ഏതാണ് സൂറത്ത്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ കാണാം, ഒന്ന് പഠിച്ചു വെക്കണ്ടിട്ട. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, അല്ലേ? ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അന്നെല്ലാ മലക്കുകളും ഇറങ്ങും. വറൂഹു, ആത്മാവും ഇറങ്ങും. നമ്മുടെ നാട്ടിലൊക്കെ വിശ്വാസമുണ്ട്, ആത്മാവ് ഇറങ്ങും. മുസ്ലിങ്ങളിൽ വിശ്വാസമുണ്ട്. പക്ഷെ റൂഹും ഇറങ്ങും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റൂഹുൽ ഖുദ്സ് പറഞ്ഞതുപോലെ തന്നെ ആത്മാവിനെ കൊണ്ട് ഉദ്ദേശം എന്താണ്? ഇവിടെ ജിബ്രീലും ഇറങ്ങുമെന്ന്, അല്ലേ? പിന്നെ വിശ്വാസങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട്, ആത്മാവ് ഇറങ്ങുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അത് ജിബ്രീലാണ് ഉദ്ദേശിക്കുന്നത്. വ അയ്യദിനാഹു, നാം അദ്ദേഹത്തെ ബലപ്പെടുത്തി, ബിറൂഹിൽ ഖുദുസ്, ജിബ്രീൽ മുഖേന, പരിശുദ്ധാത്മാവ് മുഖേന. വലൗ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, മഖ്തതല, വഴക്കുണ്ടാകൂലായിരുന്നു, ഖിതാല, യുദ്ധം ഉണ്ടാകൂല, ശണ്ട ഉണ്ടാകില്ലായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവരിൽ, പ്രവാചകന്മാർക്ക് ശേഷം വന്ന ജനങ്ങളിൽ ഒരു വഴക്കും ഉണ്ടാകുമായിരുന്നില്ല. ആരുദ്ദേശിച്ചിരുന്നുവെങ്കിൽ, വലൗ ഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിക്കായിരുന്നുവെങ്കിൽ അവർക്ക് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല, ശണ്ടയുണ്ടാകുമായിരുന്നില്ല അവർക്ക് ശേഷം. മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നതിന് ശേഷം. ഉദ്ദേശിക്കുന്നത് ഓരോ നബിമാരും സമൂഹത്തിൽ ആയത്തുകൾ ഓതിക്കൊടുത്തു, ദീന് പറഞ്ഞു കൊടുത്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ പ്രവാചകന്മാരുടെ ശേഷം ജനങ്ങളൊക്കെ വഴിതെറ്റിപ്പോയിട്ടുണ്ടല്ലോ, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ വഴിതെറ്റാതെ എല്ലാവരും എങ്ങനെ നിൽക്കാമായിരുന്നു? നല്ലപോലെ ഒറ്റ സമുദായമായിട്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ നിൽക്കുമായിരുന്നു. അള്ളാഹ് അറിയാതെയാണ് ഈ വഴി തെറ്റിയതൊക്കെ? അല്ല. ആര് അറിയുന്നത് തന്നെയാണ്? അള്ളാഹ് അറിയും. നമ്മളെ മനസ്സിൽ ഇപ്പോൾ ചിന്ത ഉണ്ടാവും, സാധാരണ എപ്പോഴും ചോദിക്കും, അപ്പോൾ ഇവരൊക്കെ വഴിതെറ്റിയത് കാരണം ആരാണ്? അള്ളാഹയാണ്. അള്ളാഹ്ക്ക് ശരിക്കാണ് ഉദ്ദേശിച്ചാൽ പോരായിരുന്നോ? അല്ലേ? നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് ആരറിയില്ല? നമ്മളറിയില്ല, ജനങ്ങളറിയില്ല, അള്ളാഹ്ക്കറിയാം. അള്ളാഹിൻ്റെ അറിവല്ലാത്ത ഒന്നും സംഭവിക്കുന്നില്ല. അള്ളാഹു മനുഷ്യർക്ക് ബുദ്ധി കൊടുത്തു, ചിന്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു, ഒക്കെ കൊടുത്തു. ഇനി അവർ മനസ്സിലാക്കണം സത്യേതാണ് അസത്യേതാണ് എന്ന്. നമ്മൾ എത്ര ചിന്തിച്ചാലും അതിൻ്റെ ഫുൾ നമുക്ക് കിട്ടില്ല, കാരണം ഇത് അള്ളാഹിൻ്റെ കയ്യിലാണ്. നമുക്ക് അള്ളാഹ് എങ്ങനെ നമുക്കറിയില്ല? നമ്മളെ ബുദ്ധിക്കും അറിവിനൊക്കെ പരിധിയുണ്ട്. സാധാരണ ചോദ്യം ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ ഉത്തരം കൊടുക്കൽ ഇങ്ങനെയാണ്. ഒരു ക്ലാസ് ടീച്ചർ, ഞാൻ ഇവിടെ ഒരു പരീക്ഷ നടത്താൻ പോവാണ് ഈ ഇസ്ലാഹി സെൻറ്ററിൽ, ഇതൊക്കെ ഒരു പരീക്ഷ ബേസിൽ പഠിക്കുന്നുണ്ടല്ലോ. ഈ ക്ലാസ് കണ്ടാൽ എനിക്കറിയാം ഇതിൽ ആരൊക്കെയാണ് പഠിക്കുക, ആരൊക്കെയാണ് റാങ്ക് മേടിക്കുക, ആരൊക്കെയാണ് തോൽക്കുക. ഇപ്പം തന്നെ എനിക്കറിയായിരിക്കും കോലം കണ്ടാൽ. ഒരു അധ്യാപകർ മനസ്സിലാവുന്ന കൂട്ടിക്കോ. എന്നാലും അധ്യാപകൻ ക്ലാസ് പറയും, മര്യാദയ്ക്ക് പഠിച്ചോ, പഠിച്ചാൽ ജയിക്കും, പഠിക്കാത്തവരൊക്കെ തോറ്റും പോകും എന്ന് അധ്യാപകൻ പറഞ്ഞെന്ന് കൂട്ടിക്കോ. പരീക്ഷ നടന്നു, റിസൾട്ട് വന്ന് നോക്കുമ്പോൾ അധ്യാപകൻ മനസ്സിൽ ആരൊക്കെ തോൽക്കുന്നു സങ്കല്പിച്ചിട്ടുണ്ടോ? ഓരോക്കെ തോറ്റിട്ടുണ്ട്, മറ്റൊരൊക്കെ ജയിച്ചിട്ടുമുണ്ട്. ഞാൻ സങ്കല്പിച്ചത് കൊണ്ടാണോ നിങ്ങൾ തോറ്റത്? നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവസരം തന്നിട്ടുണ്ട്, പഠിക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ സംഭവിക്കാം, ഇതുപോലെയല്ല. അള്ളാഹിനെ നമ്മൾക്ക് സങ്കല്പിക്കാനോ അള്ളാഹിലേക്ക് സാദൃശ്യപ്പെടുത്താനോ ഒന്നും പാടില്ല. നമ്മളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പറയും. അതുപോലെ ഇതേ ന്യായക്കാരോട് പറയലുണ്ട്, നല്ലൊരു കുർള എക്സ്പ്രസ് വരുമ്പോൾ നീ ഒന്ന് റെയിൽവേ ട്രാക്കിൽ പോയി നിൽക്കുക. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിലേ നീ മരിക്കൂ. അള്ളാഹ് ഉദ്ദേശിക്കുന്ന നീ രക്ഷപ്പെടുമല്ലോ. പോയി നിൽക്കുക, ആരെങ്കിലും നിൽക്കുമോ? ഇല്ല. അവിടെ അവൻ അള്ളാഹിനെ ഉദ്ദേശിക്കുന്നൊന്നല്ല, സ്വന്തം തടീൻ്റെ ഒരു വിഷയമല്ലേ, മാറ്റും. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, വലൗ ഷാ അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ മഖ്തതലല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷം അവർ ശണ്ട കൂടില്ലായിരുന്നു. മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, അവർക്ക് ദൃഷ്ടാന്തങ്ങൾ വന്നതിന് ശേഷം.
വലാക്കിൻ പക്ഷേ ഇഖ്തലഫു അവരെന്തായി ഭിന്ന അഭിപ്രായത്തിലായി. ഫമിൻഹും അവരിലുണ്ടായി മൻ ആമന വിശ്വസിച്ചവർ, വമിൻഹും അവരിലുണ്ടായി മൻ കഫർ അവിശ്വസിച്ചവരും. അവരിൽ വിശ്വസിച്ചവരുമുണ്ട് അവിശ്വസിച്ചവരുമുണ്ട്. പിന്നെയും അള്ളാഹ് പറയാ വലൗഷ അള്ളാഹു മഖത്തലു അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തുണ്ടാകില്ലായിരുന്നു, ഒരു ഷണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സംഭവിക്കുന്നത് ഒരു വിഭാഗം വിശ്വസിക്കുന്നു, വേറെ വിഭാഗം എന്ത് ചെയ്യുന്നു, അവിശ്വസിക്കുന്നു. ഇതാണ് നബിമാരുടെ കാലശേഷം ഉണ്ടാകുന്നത്. നൂഹ് നബിയുടെ ജനത, എല്ലാവരും എൻ്റെ കൂടെ വരണം കേട്ടോ. നൂഹ് നബിയുടെ ജനത അവിശ്വാസം കാണിച്ചു, കപ്പലുണ്ടാക്കി, വെള്ളപ്പൊക്കം വന്നു, എല്ലാവരും മുങ്ങിപ്പോയി. കപ്പലിൽ ആരും മാത്ര വിശ്വാസികൾ, നൂഹ് നബി അല്ലേ. ഭൂമി ലോകത്ത് ആരാ ബാക്കിയ എന്നത് ഈ വിശ്വാസികൾ മാത്രം. ഷിർക്കിൻ്റെ ആരെങ്കിലും ഉണ്ടോ? ഫുൾ തൗഹീദിൻ്റെ ആൾക്കാർ, അത്രയേ ഉള്ളൂ. ആ ജനങ്ങളിൽ നിന്നാണ് പിന്നീട് എന്തുണ്ടായത്, ഷിർക്കുണ്ടായത്. അപ്പോഴാണ് അള്ളാഹ് എന്ത് ചെയ്തത്, അടുത്ത നബിയെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ വിശ്വസിക്കും. അള്ളാഹിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ നാട്ടിലത്തെ എല്ലാ കാഫിര്യങ്ങളും പോകും, പിന്നെ ഫുൾ സത്യസന്ധന്മാർ മാത്രമാവും ഭൂമിയിൽ. എന്നിട്ട് അതിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, കേടാകുന്നത്. ഇപ്പോൾ ഓരോ നബിമാരുടെ ശേഷവും ഈ ഭിന്നഭിപ്രായങ്ങൾ വന്ന് ആ നിലക്കുണ്ടാകണം. ഇപ്പോൾ ഈസാ നബിയുടെ സമയം, ഈസാ നബിയെ ജൂതന്മാർ വല്ലാതെ, ബനു ഇസ്രായേൽ വല്ലാതെ വേദനിപ്പിച്ചു, പ്രയാസമുണ്ടാക്കി. ഒരു വിഭാഗം ഈസാ നബിയെ ആദരിക്കുകയും ചെയ്തു, വിശ്വസിക്കുകയും ചെയ്തു. ഒരു വിഭാഗം നോവിച്ചു, വേദനിപ്പിച്ചു, ഒരു വിഭാഗം വിശ്വസിച്ചു. ആ വിശ്വസിച്ച വിഭാഗം അതിൽ നിന്നാണ് പിന്നീട് ഒരു വിഭാഗം എന്ത് ചെയ്യുന്നത്, വിശ്വാസം കൂടിക്കൂടി അല്ലെങ്കിൽ ആദരവ് കൂടിക്കൂടി വേറെ രീതിയിൽ എന്തായി മാറിയത്, ക്രിസ്ത്യാനി ആ ഒരു മതത്തിലേക്ക് എത്തിപ്പെടുന്നത്. അഥവാ ഈസാ നബിയോട് സ്നേഹം, ഈസാ നബിയിൽ വിശ്വസിച്ച ജനതയിൽ നിന്ന് തന്നെ ഈ ഈസാ നബിയുടെ കാലശേഷം ഈസാ നബിയുടെ ആദരവ് കൂടി ഈസാ നബിയെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. മുമ്പ് ജൂതന്മാർ ഈസാ നബിയെ ദ്രോഹിച്ച സമയത്ത് ഈസാ നബിയെ സഹായിച്ച ടീമായി അവർ തന്നെ ആദരിച്ച് അവസാനം എന്തായി മാറി, ആരാധനയിലേക്ക് എത്തി. ഇതേമാതിരിയാണ് മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിൽ ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ ബദർ യുദ്ധം അല്ലെ, ബദർ ദിനം, ഒരു വിഭാഗം മുശ്രിക്കീങ്ങളാണ്, ഒരു വിഭാഗം മുസ്ലിങ്ങളാണ്. നമ്മളൊക്കെ ഈ മുസ്ലിം ഭാഗം സ്നേഹിക്കുന്ന ആളുകളാണ്. എന്നിട്ട് നമ്മൾ ബദരീങ്ങളെ സ്നേഹിക്കുന്നു, ഷിർക്കിനെതിരെ യുദ്ധം ചെയ്ത ബദരീങ്ങൾ നമ്മളൊക്കെ സ്നേഹിക്കുന്നു. അന്ന് ആ ബദരീങ്ങളെ സ്നേഹിച്ച് ആദരിച്ച് ഈ ബദരീങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായം മാറി. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ അമിതമായി ആദരവ് നടത്തി ആരാധനയിലേക്ക് എത്തിയതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹിയെ ആദരിച്ച് ആരാധനയിലേക്ക് എത്തുന്നു. ഇത് ഇസ്ലാം വെച്ച് ഉറപ്പിക്കാത്ത തെറ്റുകളാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്, അവരിൽ പിന്നീട് വിശ്വസിച്ചവരുമുണ്ടായി അവിശ്വസിച്ചവരുമുണ്ടായി. ഏതെങ്കിലും നാട്ടിലത്തെ കച്ചവടം തമ്മിലുള്ള തർക്കമല്ല കേട്ടോ ഇത്. ഇവിടെ പറഞ്ഞ വിഷയം ഷണ്ടയിലായി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസപരമായ വിഷയമാണ്. വലാകിൻ അല്ലാഹ പക്ഷേ അള്ളാഹു യഫ്അലു മാ യുരീദ് അള്ളാഹ് ഉദ്ദേശിക്കുന്നവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണമെങ്കിൽ എല്ലാവരും, വേറെ ആയത്തിലുമുണ്ട്, അള്ളാഹ്ക്ക് വേണമെങ്കിൽ എല്ലാവരും സത്യവിശ്വാസികളാക്കാമായിരുന്നു. പക്ഷെ അള്ളാഹ് അങ്ങനെ ആക്കിയിട്ടില്ല. ജീവിതം നമുക്ക് പരീക്ഷണം തന്നെ തരികയാണ്. നമുക്ക് പറഞ്ഞില്ലേ, നമുക്ക് നല്ല പൂതിയുണ്ട് സ്വർഗം കിട്ടാൻ പൂതിയില്ലാത്ത ആരെങ്കിലുണ്ടോ? എല്ലാവർക്കും പൂതിയുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടുത്തെ കിട്ടുന്ന സുഖമെല്ലാം കിട്ടുകയും വേണം, എന്നാൽ പരലോകത്ത് സ്വർഗം കിട്ടും, രണ്ടും ഇല്ലല്ലോ. ഇവിടെ ചിലപ്പം കിട്ടും, കിട്ടാതിരിക്കും അല്ലേ. ചില ആളുകൾ നല്ല മാർഗം തിരഞ്ഞെടുത്ത് സ്വർഗപാതയിലേക്ക് എത്തുന്നു. ചില ആളുകൾ എന്തായാലും ഇവിടെ വന്നതല്ലേ അങ്ങനെയൊക്കെ ഡയലോഗൊക്കെ കേൾക്കല്, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കുക അല്ലേ. അവർക്കടെ ഒരുപാട് എഴുതി കൊടുത്ത പോലെ ഉണ്ട്, ഇത്ര നീ ജീവിക്കൂ, സുഖിച്ച് ജീവിച്ചോ എന്നുള്ളത്. ഇങ്ങനെയാണ് എൻജോയ് ചെയ്യുന്ന ഓരോരോ പരസ്യങ്ങളൊക്കെ അങ്ങനെയല്ലേ വരിക അല്ലേ. പൈസ ഒന്നും വേണ്ട, ആവശ്യം നടക്കട്ടെ, പൈസ പിന്നെ അവൻ്റെ ബാങ്കിൻ്റെ വലയപ്പെട്ടോണം. അങ്ങനെ നാട്ടിലൊക്കെ പോകുമ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ കാണാം, ആദ്യം ആവശ്യം, പണമൊക്കെ പിന്നെ അല്ലേ. എല്ലാവരും ഓരോരോ കടക്കണ്ണിയിലും ഓരോ ലോണിൻ്റെ പിന്നെ ബാങ്കുകാരുടെ അതുപോലെ തന്നെ ബ്ലേഡുകാരൻ്റെ കൂടെയായിരിക്കും നിൽക്കുന്നത് അല്ലേ. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. അങ്ങനെയാകരുത്. അള്ളാഹു നമുക്ക് ബുദ്ധി തന്നു, സത്യം തിരഞ്ഞെടുക്കാൻ അസത്യം തിരഞ്ഞെടുക്കാൻ. സത്യമാണ് നിനക്ക് ബോധ്യപ്പെടുന്നത്, നീ സ്വീകരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, നേർവഴിയാണ്, അതാണ് നേരായ വഴി, വളഞ്ഞ വഴികളിൽ നീ പോകരുത്. പിശാചുക്കൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും, നിന്നെ സുഖിപ്പിക്കാൻ, മോഹിപ്പിക്കാൻ, പറയാൻ എല്ലാ ഭാഗത്തും ഉണ്ടാവും. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും എത്തരുത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കും. ഇനി നമുക്ക് ഇത്തിരി സുഖം കിട്ടുന്നൊരായത്താണ്, നമുക്ക് ഇതുവരെ പറഞ്ഞതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു
സത്യവിശ്വാസികളെ, അൻഫിഖു. ഇപ്പം തന്നെ നിങ്ങൾക്ക് സുഖം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എന്താണ് അൻഫിഖു? പറ. നിങ്ങൾ ചെലവഴിക്ക്. മിമ്മ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് തന്നതിൽ നിന്ന്. കണ്ടില്ലേ ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ ചെലവഴിക്ക്. മിമ്മാലിക്കും, നിങ്ങളെ പണത്തിൽ നിന്നല്ല അല്ലാഹ് പറഞ്ഞത്. മിമ്മ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് തന്ന അല്ലാഹ് തന്നതിൽ നിന്ന് ചെലവഴിച്ചാൽ മതി. ഈ സ്വന്തം ഉണ്ടാക്കി ഒന്നും ചെലവഴിക്കണ്ട. ഈ സ്വന്തം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ശാസ്ത്രം കഴിക്കുന്നത് പോലും ആരെ തൗഫീഖ് കൊണ്ടാ? അള്ളാൻ്റെ അല്ലേ? ചില ആൾക്കാർ കാറൂൻ മുതലാളി പറഞ്ഞതുപോലൊക്കെ പറയും. കാറൂൻ മുതലാളി എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ കാലത്തെ മുസ്ലിമായ മനുഷ്യനാ. ആ കാറൂനോട് ഭയങ്കര പൈസക്കാരനാ അല്ലേ? ഒട്ടകക്കൂട്ടങ്ങളാ കാറൂൻ്റെ പൈസ വെച്ച പെട്ടീൻ്റെ താക്കോല് വഹിക്കാനുള്ളത്. ആളുകൾ അള്ളാഹിനെ സൂക്ഷിക്കാനൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അള്ളാഹ് തന്നതേ, ഇതൊന്നും അള്ളാഹല്ല, ഇതൊക്കെ എൻ്റെ ഇൽമ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ, എൻ്റെ അറിവ് കൊണ്ട്. ഓനങ്ങനെയാ പറയുക, എൻ്റെ കഴിവ് കൊണ്ട് ഞാനൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഏത് ഷോപ്പും. അതുകൊണ്ട് നീ ഇയാളോട് ഒരു ഒറ്റ ഉറുപ്പ്യ മേടിച്ചിട്ട് വേണം ബാക്കിയെല്ലാവരും കട തുടങ്ങാൻ. കാരണം ഇയാളുടെ അടുത്തൊരു പൈസ മേടിച്ചിട്ട് തുടങ്ങിയാൽ ഭയങ്കര ബർക്കത്ത്. ഇങ്ങനെയൊക്കെ പറയാം ആൾക്കാർ. ഒന്നും നമ്മളെ കഴിവുകൊണ്ടല്ല, ഇത് എത്തിയതൊക്കെ ആരെ കഴിവുകൊണ്ടാ? അള്ളാൻ്റെ തൗഫീഖ് കൊണ്ടാണ്. നമുക്ക് തോന്നുകയാണ് എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുത്തത്, എൻ്റെ കഴിവുകൊണ്ടാണ് ഈ ഓഫീസ് അങ്ങോട്ട് നിന്ന് വന്നത്, എന്നാണ്ട് പുറത്താക്കി കൊട്ടെ ആണ്ട് മലക്കം. ഒന്നും ആവില്ല, നമ്മൾ പുറത്താവുന്നല്ലാതൊന്നും സംഭവിക്കുന്നില്ല. ഇതൊക്കെ ആര് തരുന്നതാ? അള്ളാഹ് തരുന്നതാ. എപ്പോഴും മനുഷ്യർക്ക് ഈ പൈസയും പണവും അധികാരവും കിട്ടുമ്പോഴാണ് റൂട്ട് അങ്ങോട്ട് തിരിപ്പോവുക. നല്ല സ്വഭാവമൊക്കെയുള്ള വ്യക്തിയായിരിക്കും. കേടായത് എപ്പോഴാ? പൈസ കൈ കിട്ടിയപ്പോൾ കേടായി, പിന്നെ സ്വഭാവം മാറി, പിന്നെ അധികാരം കിട്ടിയപ്പോൾ കേടായി, പിന്നെ കമ്പനി മാറി, കൂട്ടുകയുള്ള ആളുകൾ മാറി ഒക്കെ. അതുകൊണ്ട് എപ്പോഴും ചിന്തിച്ചോ, ഈ സാധനം ഇത് അള്ളാഹ് തന്നതാ. അള്ളാഹിൻ്റെ ആയത്ത് കളവായിരിക്കുമോ പറഞ്ഞത്? ക്ലാസ്സുകൾക്ക് നാണും പെണ്ണിനൊക്കെ അറിയാം. എല്ലാവരും ഉറപ്പിച്ച് വിശ്വസിച്ചോ, പണം അള്ളാഹിൻ്റെതാണ്. അള്ളാഹ് തൽക്കാലത്തേക്ക് തന്നതാ, എപ്പോഴും തരുമെന്നില്ല. നമ്മൾ എത്രയോ പിന്നെ പത്രങ്ങളിലും മീഡിയകളിലൊക്കെ കാണുന്നില്ലേ, വായിക്കുന്നില്ലേ? പിന്നെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചൊരു ഫയലുണ്ടായിരുന്നു. പണ്ട് മനസ്സിൽ ഒരു പിന്നെ വല്ലാതൊരു ഫീൽ ചെയ്തത്, എറണാകുളത്തെ വലിയൊരു ടെക്സ്റ്റൈൽസിൻ്റെ മുതലാളി ചെന്നൈയിൽ ഒരു ഗ്ലാസ് കഴുകുന്ന ഫോട്ടോ ആയിരുന്നു മനോരമ പിന്നെ കൊടുത്തത്, വാരാന്ത്യ പതിപ്പിൽ കൊടുത്തതാണത്. എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വലിയ ബിസിനസ് മുതലാളിയാണ്, പക്ഷേ ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും എന്താകുന്നത്? പൊളിഞ്ഞു പോകുന്നത്. എത്ര ആൾക്കാരങ്ങനെ കാണലുണ്ട്, എത്രയോ ആളുകൾ. അതുപോലെ എത്രയോ ചെറിയ ആളുകളെ അള്ളാഹു ഉയർത്തുകയും ചെയ്യും. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അള്ളാഹിൻ്റെ. അള്ളാഹു നമ്മൾക്കൊക്കെ ഉള്ളത് നിലനിർത്തി തരുമാറാകട്ടെ. എപ്പോഴും അത് പ്രാർത്ഥിക്കുക. കടക്കണിപ്പെടുത്തല്ലേ റബ്ബേ, ആരാൻ്റെ മുമ്പിൽ കൈനീട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കരുതേ റബ്ബേ. കിബർ ഉണ്ടാകരുത്. കിബർ വരുമ്പോൾ അള്ളാഹ് പിടിക്കും, അത് പിടിക്കും. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. അള്ളാഹ് പറയണം, അൻഫിഖൂ, നിങ്ങളെ ചെലവഴിക്കും, മിമ്മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് തന്നതിൽ നിന്ന്, മിൻ ഖബലി, മുമ്പ്. എന്തിനു മുമ്പ്? അൻ യഅ്തിയ യൗമുൻ, ഒരു ദിവസം വരാനുണ്ട്, അതിനു മുമ്പ് ചെലവഴിച്ചോ. ലാ ബൈഉൻ ഫീ, അന്ന് ക്രയവിക്രയില്ല, കൊടുക്കൽ വാങ്ങലൊന്നൊരു കാര്യമില്ല. വല ഖുല്ല, ആത്മമിത്രങ്ങളൊന്നില്ല. വല ശഫാഅ, ശുപാർശകരും ഇല്ല. മൂന്നും ഏത് ദിവസത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? യൗമുൽ ഖിയാമ അല്ലേ? പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ദുനിയാവിൽ നിൻ്റെ പൈസ ഞാൻ ഇത്ര ഇട്ടേച്ചു പോയി, ഒരു ഇതും ഇല്ല. ഖിയാമത്ത് നാളാണ്. ഓരോരുത്തൻ്റെ ഖിയാമത്ത് നാളാണ് അവൻ മരിക്കുന്ന ദിവസം. നമ്മൾ മരിക്കുന്ന ദിവസമാണ് എൻ്റെ ഖിയാമത്ത്. എൻ്റെ ലാസ്റ്റ് ദിവസം എപ്പോഴാണ്? ഞാൻ മരിക്കുന്ന ദിവസം. ലോകത്തിനൊരു നാശം വേറെ വരാനുമുണ്ട്. മരിക്കാൻ നോക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, റൂഹ് തൊണ്ടക്കുയിലെത്തുമ്പോൾ നീ പറയും, ലി ഫുലാനിൻ കഥാ വലി ഫുലാനിൻ കഥാ വലി ഫുലാനിൻ കഥാ, പള്ളിക്ക് ഇത്ര കൊടുക്ക്, ഇയാൾക്ക് ഇത്ര കൊടുക്ക്, കുടുംബത്തിൽ അവർക്ക് ഇത്ര കൊടുക്ക്, ഒക്കെ കൂടെ റസൂലുള്ളാഹി പറയുക. നീ എന്തിനാ കൊടുക്കുന്നത്? ആ പണം അവരതായി കഴിഞ്ഞു, ഇനി നീ കൊടുക്കണ്ട. റൂഹ് തൊണ്ടക്കുയിലെത്തിയോ, നിന്റെ കഴിഞ്ഞു പൈസ, നിന്റെ കഴിഞ്ഞു, അത് അനന്തര സ്വത്തായി മാറിക്കഴിഞ്ഞു. അതിനു മുമ്പ് നീ ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ലേ അല്ലേ? അതിനു മുമ്പ് പണം നീ കൊടുത്തിട്ടേ ഇല്ല. ഈ ഓരോരുത്തരും പറയും, എത്ര സൂറത്തിൽ അല്ലേ, പഠിച്ചോനെ എന്നെ മരിപ്പിക്കല്ലേ, ഇച്ചിരി കൂടി നിപ്പിക്ക് റബ്ബേ. എന്തിനാ? ഞാൻ സ്വതക്ക ചെയ്യാം, ഞാൻ നന്മ ചെയ്യാം. അന്ന് മനുഷ്യർ ദാനം ചെയ്യാം, അങ്ങോട്ട് നോക്കും. പക്ഷെ അള്ളാഹ്ക്ക് എന്ത് വേണ്ട? നിൻ്റെ ഒന്നും വേണ്ട. അതുവരെ നീ കെട്ടിപ്പൂട്ടി വെച്ച് ചോദിച്ചാൽ പോലും പൈസ ഇല്ല, കയ്യിലൊറ്റയില്ല. സത്യ പറഞ്ഞത്, കയ്യിലില്ല, ബാങ്കിലുണ്ട് അല്ലേ? എന്താ പറയുക?
എന്ത് പള്ളിക്ക് ചോദിച്ചാൽ, മദ്രസക്ക് ചോദിച്ചാൽ, ദീനി കാര്യത്തിന് ചോദിച്ചാൽ ഇല്ല വീടുണ്ടാക്കുകയാണ്. പിറ്റത്ത് വീടുണ്ടായിട്ടില്ല, പിന്നെ 5 കൊല്ലം 6 കൊല്ലം വീടുണ്ടാക്കുകയാണ്. 7ാമത്തെ കൊല്ലം ചോദിച്ചാലോ എന്നാൽ വീടുണ്ടാക്കിപ്പോയി, അതുകൊണ്ട് പൈസയില്ല. എപ്പോഴാണ് ഉണ്ടാക്കുക? ഖബറിലെത്തിയാലാണോ പൈസ ഉണ്ടാക്കുക? അല്ലേ? കൊടുക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല, ഇത് മുടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സുഖം കിട്ടില്ല. എന്നാൽ ഇതൊക്കെ മാറ്റി വെച്ച് എന്തെങ്കിലും സുഖിക്കാൻ കഴിയണ്ടേ? ഒന്നുമില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചോ, നമ്മുടെ ജീവിതാവസ്ഥ എങ്ങനെയാണ്? അള്ളാഹ്ക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മൾ മനസ്സ് കൂലിങ്ങുന്നുണ്ടോ? ദുനിയാവിന് വേണ്ടി ഷോപ്പിംഗ് നടത്തുമ്പോൾ, ഓരോ കൊല്ലം നാട്ടിലേക്ക് പോകുമ്പോൾ, ഓഫർ വെച്ച സാധനങ്ങൾ മേടിക്കുമ്പോൾ, പരസ്യം കണ്ട് മേടിക്കുമ്പോൾ, അപ്പോഴും നമുക്ക് 100 500 ഒരു പ്രശ്നവും ഇല്ല. അള്ളാഹുവിൻ്റെ പള്ളി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദീനീ സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ, പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിഷയം വരുമ്പോൾ എന്താ നമ്മളെ മനസ്സ് പതറുന്ന്? നമ്മൾ ആലോചിച്ചു, ഇത് എൻ്റെ പൈസ തീർന്നോ കാണും? അല്ല, അള്ളാഹു നിങ്ങൾക്ക് കൊടുത്താൽ മഗ്ഫിറത്ത് ഇങ്ങനെ വാഗ്ദാനം ചെയ്യുക. ഷെയ്ത്താൻ പറയാണ് കൊടുക്കല്ലേ, നീ ദാരിദ്ര്യവും, മോള് വലുതാന്നില്ലേ, മക പഠിക്കണ്ടേ, നിനക്ക് നാട്ടിൽ പോകണ്ടേ, അടുത്ത വെക്കേഷൻ എത്തിയില്ലേ, ടിക്കറ്റ് ഓരോന്നും ഷെയ്ത്താൻ തോന്നിപ്പിക്കും. ഇത് മരിക്കോളം ഷെയ്ത്താൻ തോന്നിപ്പിക്കും. ഓരോരുത്തർ ചിന്തിച്ചോ, നിങ്ങൾ ചെലവഴിച്ചോ, കൊടുക്കൽ വാങ്ങൽ വെക്കുന്ന ഖിയാമത്തിന് മുമ്പ് അന്ന് വല ഹുല്ല, ഒരു ചങ്ങാതിമാർ നിനക്ക് ഉപകരിക്കൂല, വല ഷഫാ, ഒരാളുടെ ശുപാർശയും അന്നെന്തില്ല നിനക്ക് ഉപകരിക്കൂല. ആരും ശുപാർശ ചെയ്യയില്ല നിനക്ക്. ഉമ്മയും ഉപ്പയും പോലും മക്കളെ നരകത്തിലിട്ടോ പകരം എന്നെ സ്വർഗത്തിലാക്കുമെന്ന് പറയും. മക്കൾ തിരിച്ചും പറയും. കൂട്ടുകാർ കടിച്ചു കീറുന്ന ശത്രുക്കളായിരിക്കും അവിശ്വാസികളും തോന്നിവാസം ചെയ്ത ആളുകളുമാണെങ്കിൽ. അതുകൊണ്ട് അതിനു മുമ്പ് അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിച്ച് അള്ളാഹിൻ്റെ സ്വർഗം നിന്ന് നേടിക്കോ. ഒരുപാട് വിശദീകരിക്കപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. വൽ കാഫിറൂന, അവിശ്വാസികൾ, ഹുമുദ്ദാലിമൂൻ, അവർ തന്നെയാണ് അക്രമകാരികൾ. പണവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോഴാണ് അള്ളാഹ് എന്ത് പറഞ്ഞത്? വൽ കാഫിറൂൻ. എന്ത് പറഞ്ഞത്? അവിശ്വാസികൾ. രണ്ടും കൂടി വായിച്ചു നോക്കിയാൽ മതി നമ്മൾ, അല്ലേ? സക്കാത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോഴും ഇതേ പ്രയോഗങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്, വൽ മുശ്രിക്കീങ്ങളെന്നും. അഥവാ നമ്മുടെ വിശ്വാസം മാറി ഇത് എൻ്റെതാണ് എന്ന വിശ്വാസം അല്ല. ഇത് 100% പണം അള്ളാൻ്റെതാ. അള്ളാഹ്ക്ക് കൊടുക്കുന്തോറും കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചു, അള്ളാഹ് ഇരട്ടിക്കിരട്ടി അള്ളാഹ് തരികയുള്ളൂ. ഇത് ചിന്ത ഉണ്ടാക്കണം. മനസ്സിന് സമാധാനം കിട്ടുകയുള്ളൂ, സ്വസ്ഥത കിട്ടുകയുള്ളൂ. പടച്ചോനിക്ക് വേണ്ടിയിട്ടല്ലേ കൊടുത്തത്? പടച്ചോനെ, ഇത് നീ പരലോകത്ത് എനിക്ക് സ്വർഗം തരണേ എന്ന് പകരം അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അതിന് കൊടുക്കുമ്പോൾ വേണ്ടിട്ടോ, ദുആ മാത്രം പോരാ. ഇത് പറഞ്ഞു. ഇനി അടുത്ത വിഷയം, വലിയൊരു വിഷയം പറയുന്നതിന് മുമ്പാണ് അള്ളാഹ് ഈ വിഷയം പറഞ്ഞത്. എന്താണത്? അടുത്ത ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസിയാണ്. കാണാതെ അറിയുന്നവരൊന്ന് കൈ നോക്കിയേ. ആയത്തുൽ കുർസി, മാഷാ അല്ലാഹ്. ഇനി അടുത്ത ചോദ്യം ഞാൻ ലേഡീസിനോടും കൂടിയാണ് ചോദിക്കുന്നത്. അവിടെ സ്വയം കൈ പൊക്കണം, എന്നിട്ട് സ്വയം വിലയിരുത്തുക. എല്ലാ ഫർള് നിസ്കാര ശേഷവും ആയത്തുൽ കുർസി ഓതുന്നവരൊന്ന് കൈ പൊക്കിയേ. എന്താ എണ്ണം കുറഞ്ഞു പോയത്? അള്ളാഹിൻ്റെ ഖുർആനിൽ അഅ്ലമു ആയ ഫി കിതാബില്ല, അള്ളാഹിൻ്റെ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസിയാണ്. ഫർള് നിസ്കാരത്തിന് ശേഷം ഇത് ഓതിയാൽ സ്വർഗം ഉറപ്പാ, മരിച്ചിട്ടില്ല എന്നുള്ള തടസ്സം മാത്രമേ ഉള്ളൂ, അല്ലെ? എങ്ങനെയല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? മരിച്ചിട്ടില്ല, അതുകൊണ്ട് സ്വർഗം കിട്ടുന്നില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെ എന്തിൻ്റെ കാവലുണ്ടാവും? അള്ളാഹിൻ്റെ കാവലുണ്ടാവും ശൈത്താനിൽ നിന്ന്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കേവലം ഓത്തിലല്ല കേട്ടോ സ്വർഗം. ഇങ്ങനെ പിന്നെ അമാനുലവിയുടെ പരിഭാഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, തത്ത ഇങ്ങനെ പാടുന്നത് പോലെ തത്ത ആയത്തിൽ കുറിച്ച് ഓത്തിത്തരും തത്തേനെ പഠിപ്പിച്ചാൽ. അപ്പം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്തിയാലാണ് ഇതൊക്കെ കിട്ടുന്നത്. നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം, അല്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സക്കാത്തിൻ്റെ മുതൽ, കാരക്കയുടെ മുതൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ഒരു ദിവസം പോയി നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അതിൽ നിന്ന് മുതൽ കക്കാൻ നോക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇപ്പോൾ റസൂലുള്ളാഹിനോട് പറയും, എക്സ്ക്യൂസ് പറഞ്ഞു, ഒഴിവാക്കി കൊടുത്തു. പിറ്റേന്നും വന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിന്നെ എന്തായാലും നബീൻ്റെ മുമ്പ് കൊണ്ടുപോകും, എന്നും മുതൽ കയറൊക്കെ കക്കുന്ന കള്ള എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഷെയ്ത്താൻ വന്ന അബൂഹുറൈറക്ക് അറിയുന്നില്ല, ഒരു മനുഷ്യരൂപമാണ് അല്ലേ? ഷെയ്ത്താൻ പറയാണ്, ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിക്കോ, എന്നാൽ നിനക്ക് ഷെയ്ത്താനിൽ നിന്ന് കാവൽ കിട്ടും. അബൂഹുറൈറ ഈ സംഭവം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, പറഞ്ഞത് സത്യമാണ്, ആള് കള്ളനാണ്, അല്ലേ? അവൻ പറഞ്ഞത് എന്താണ്? സത്യമാണ്. വ്യക്തി അതാരാണ്? ആള് കള്ളനാണ്, ഷെയ്ത്താനാണ്. അപ്പോൾ ഒരു തത്വം പഠിപ്പിക്കുകയാണ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ പിശാചിൽ നിന്ന് അള്ളാഹിൻ്റെ കാവലുണ്ടാകും.
അതുപോലെ തന്നെ പിന്നെ എല്ലാ നിസ്കാര ശേഷവും ഓതിയാൽ സ്വർഗം കിട്ടുമെന്നുള്ള മഹത്വം, ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള ആയത്താണ് അൽ ബഖറയിലെ 255 ആയത്തുൽ കുർസി എന്ന് പറയപ്പെടുന്ന ഈ വചനം. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചിലപ്പോൾ നമുക്കറിയില്ലായിരിക്കാം. എന്താണ് ഈ ആയത്തുൽ കുർസി? അറിയോ? എല്ലാവർക്കും അറിയോ? നിങ്ങൾ ഇൻഷാ അല്ലാഹ് അതും കൂടി പഠിക്കാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ഓതുന്ന ആയത്തുൽ കുർസി എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ പഠിക്കുകയാണ്. അങ്ങനെയാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അല്ലാഹു ലാ ഇലാഹ, അർത്ഥം അറിയാലോ? എന്താണ് ലാ ഇലാഹ? അവനല്ലാതെ ആരാധ്യനില്ല. ഉദ്ദേശിക്കുന്നത് ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹ് മാത്രമേ ഉള്ളൂ. ഇന്നൊരുപാട് ആരാധ്യന്മാർ വേറെ ഉണ്ട് അല്ലേ? പക്ഷെ ശരിക്കുള്ള മീനിങ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാനുള്ള അർഹത വേറെ ആർക്കും ഇല്ല. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഒരാരാധ്യനുമില്ല. അൽ ഹൈ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലാഹു അല്ലാത്ത എല്ലാം എന്ത് ചെയ്യും? നശിക്കും. അതുകൊണ്ട് തന്നെ ആരാധിക്കണമെങ്കിൽ എന്നെന്നും ജീവിച്ചിരിക്കണം അല്ലേ? സായിബാബ മരിച്ചു, ആൾക്കാർ പ്രാർത്ഥിക്കണം രോഗം സുഖപ്പെടുത്തണേ. സായിബാബയെ പറ്റി പറയാണ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് ഇനി വീട്ടിൽ നിന്ന് എവിടെ പോകരുത്. ആൾക്കാർ രോഗം സുഖപ്പെടുത്തണമെന്ന് പറയുന്ന ദൈവത്തിന് എന്താണ്? അസുഖമാണ്. അമ്മേനെ കണ്ടില്ലേ? അമ്മക്ക് വയ്യ, അല്ല അമ്മ കണ്ണൂർക്ക് വരുത്തി നിർത്തിയിട്ട് കണ്ണൂർക്കാർ അമ്മേൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകണം അല്ലേ? അമ്മ കണ്ണൂർക്ക് വരുമ്പം കോഴിക്കോട്ടുകാരുടെ ദൈവം മാറിപ്പോവുകയാണ്. അള്ളാഹ് അങ്ങനെയാണോ? അല്ലേ? ഏതാൾ ദൈവങ്ങളാണെങ്കിലും എന്താണെങ്കിലും അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും അൽ ഖയ്യൂം, സർവ്വ നിയന്താവുമാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാരാ? അള്ളാഹുവാണ്. എല്ലാത്തിനും അള്ളാഹിനാരും നിയന്ത്രിക്കണ്ട, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാരാ? അള്ളാഹു. ഈ മനുഷ്യ ദൈവങ്ങളും ആൾ ദൈവങ്ങളും ആൾത്താരകളും എന്തോ ആകട്ടെ, അള്ളാഹു അല്ലാത്ത ഒന്നിനും ഈ കഴിവുകളില്ല. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ, തലക്ക് മുകളിൽ ഒരു കാക്ക കാഷ്ടിച്ചാൽ പോലും അത് തുടച്ചു മാറ്റാൻ ആരും കഴിയൂല, അവർക്ക് കഴിയൂല. ഒരു കാരക്കുരുവിൻ്റെ പാടവർ സ്വന്തമായിട്ട് പഴച്ചിട്ടില്ല. അള്ളാഹ് അല്ലാത്ത എല്ലാത്തിനെയും അള്ളാഹ് ചെയ്തു. അമ്പിയാക്കൾ ആരാധിക്കപ്പെടാൻ പാടില്ല, ഔലിയാക്കൾ പാടില്ല, സ്വാലിഹീങ്ങൾ പാടില്ല, ഒരു മനുഷ്യരും പാടില്ല. ഇസ്ലാം ഏറ്റവും യുദ്ധം ചെയ്യുന്നത് സൃഷ്ടിപൂജയോടാണ്. സൃഷ്ടിപൂജയ്ക്ക് എതിരാണ് ഇസ്ലാം മതം. അള്ളാഹ് അല്ലാത്ത എല്ലാം ബാക്കി എന്താണ്? സൃഷ്ടികളാണ്. ആ സൃഷ്ടിയോട് എന്ത് ചെയ്യരുത്? പൂജ നടത്താൻ പാടില്ല. ഇനി ഒരു ദൈവത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ലാ തഅഖുദുഹു സിന, ലാ തഅഖുദു, അവനെ പിടികൂടില്ല. സീനത്തുൻ, സീനത്തുൻ എന്ന് പറഞ്ഞാൽ മയക്കുന്ന, ഒരു തൂങ്ങിയ ഉറക്കം, ഫുൾ ഉറക്കത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു ഖുർആൻ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോണ്ടാലും ഇങ്ങനെ വരുന്നത്, അതാണെന്ത്? സീന അല്ലേ? നമുക്ക് വരത്തില്ലല്ലോ, നമ്മൾ ഇഖ്ലാസ് കൊണ്ടാണ് വരാത്തത്. ചില ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ? വേറെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്ലാസ്സൊക്കെ ഇങ്ങനെ ഉറങ്ങിപ്പോകും അല്ലേ? ഓനും പറയും ക്ലാസ്സാണ്, നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട്. ലാ തഅഖുദുഹു സിന, മയക്കം പിടികൂടില്ല അള്ളാഹ്ക്ക്. വലാ നൗമുൻ, ഉറക്കം പിടികൂടില്ല അല്ലേ? ചിലക്കാർ പള്ളി കാണുന്നില്ല നിങ്ങൾ അല്ലേ? ചില ഹുത്ബ കേൾക്കുമ്പോൾ അങ്ങനെ ഉറങ്ങി പോകും. നാട്ടിൽ ബസ്സിൽ കാണുന്നില്ല നിങ്ങൾ? എത്ര ഇങ്ങോട്ട് മറിച്ചിട്ടാലും ഇങ്ങോട്ട് വരെ വന്നിട്ടുണ്ടാവും അല്ലേ? നിന്നിട്ട് ഉറങ്ങുന്ന ആൾക്കാർ, പല മോഡലിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അള്ളയാകട്ടെ ഈ മയക്കമോ ഉറക്കമോ ബാധിക്കാത്തവനാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത ഇതായിരിക്കണം. ബാക്കി പറഞ്ഞ ആൾ ദൈവങ്ങളൊക്കെ നമ്മൾ പേര് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാവർക്കും ഇത് ചെയ്തിട്ടുണ്ട്, ബാധകമാണ്. അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ആൾ ദൈവങ്ങളാകട്ടെ, എല്ലാവരും ഉറങ്ങും. റസൂൽ ഉറങ്ങലില്ലേ അല്ലേ? പ്രയാസങ്ങൾ ബാധിക്കലില്ലേ? ദുരിതങ്ങൾ ബാധിക്കലില്ലേ? ഇതൊക്കെ അള്ളാഹു അല്ലാത്ത എല്ലാവർക്കും ബാധിക്കും. എന്നിട്ട് അള്ളാഹ് പറയാണ്, ലഹു, അവനുണ്ട്, മാഫിസ്, അവനാണ്, മാഫിസ് സമാവാത്തി വ മാഫിൽ അർള്, അഥവാ അവൻ്റേതാണ്, അള്ളാൻ്റെതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവനും അള്ളാൻ്റെതാണ്. ലഹു, അവൻ്റെതാണ്, മാഫിസ് സമാവാത്തി വ മാഫിൽ അർള്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവനും ആരുടേതാണ്? അള്ളാൻ്റെതാണ്. ഈ ദൈവത്തിലേക്കാണ് അള്ളാഹ് വിളിക്കുന്നത്. ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിലേക്കാണ്, നിങ്ങളെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച ദൈവത്തിനെയാണ്. ആരുടേതാണോ ഈ ആകാശം, ആരുടേതാണോ ഈ ഭൂമി, അവനെ ആയിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത്. ആകാശത്തെ നോക്കിയിട്ട് ആകാശത്തോട് പ്രാർത്ഥിക്കുകയല്ല, സൂര്യനെ നോക്കിയിട്ട് സൂര്യനോട് പ്രാർത്ഥിക്കുകയല്ല, സൂര്യനെ പടച്ചവനോട്, ആകാശത്തെ പടച്ചവനോട്, ഭൂമിയെ പടച്ചവനോട്, അവനോടാണ് ദുആ ചെയ്യേണ്ടത്. ലഹു മാഫിസ് സമാവാത്തി വ മാഫിൽ അർദ്. അടുത്ത ഭാഗം, മൻ ദല്ലദി, ആരുണ്ട്, അല്ലദി യശ്ഫഉ ഇൻദ, അള്ളാഹിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ, ഇല്ലാ ബിഇദ്നി, അള്ളാഹിൻ്റെ സമ്മതമില്ലാതെ.
ഇവിടെ ശരിക്കും പഠിച്ചു വെച്ചോട്ടോ. അള്ളാഹ് എന്താ ചോദിച്ചത്? അള്ളാഹിനോട് ശുപാർശ ചെയ്യാൻ ആരുണ്ട്? എങ്ങനെയല്ലാതെ? ഇല്ലാ ബി ഇദ്നി, അള്ളാഹിൻ്റെ സമ്മതമില്ലാതെ. അള്ളാഹിൻ്റെ സമ്മതമില്ലാതെ ഒരാൾക്കും പരലോകത്ത് ശുപാർശ ചെയ്യാൻ പറ്റില്ല. നമുക്കൊക്കെ വേണ്ടി ശുപാർശ ചെയ്യും ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും ഈ കണ്ടീഷൻ ബാധക. അള്ളാഹിൻ്റെ അനുവാദം കിട്ടിയാലേ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ശുപാർശ ചെയ്യാൻ പറ്റൂ. എപ്പോഴാണ്? പരലോകത്ത് കുറേ ഷഫായത്തുണ്ട്. ഒരൊറ്റ ഷഫായത്തൊന്നല്ല, കുറേ ഷഫായത്തുകളുണ്ട്. ഏറ്റവും വലിയ ഷഫായത്താണ് റസൂലുള്ളാഹിൻ്റെ ഷഫായത്ത്. എന്താണത്? എല്ലാവരും മഹ്ശറിൽ നിൽക്കുകയായിരിക്കും, സൂര്യൻ്റെ നേരെ താഴെയായിരിക്കും. അതെത്ര സമയമൊന്നുമില്ല, ഒരുപാട് അള്ളാഹ് നിർത്തിക്കും. പൊരിഞ്ഞ വെയിലത്ത്, പൊരിഞ്ഞ വെയിലിൽ നിന്നല്ല പറയേണ്ടത്, സൂര്യൻ ഇവിടെ ഉണ്ടാക്കുക. ഒരു തീപ്പെട്ടി കമ്പ് വെച്ചാൽ, ഒരു സുറുമ കമ്പ് വെച്ചാൽ എത്ര ഉണ്ടാകും? അത്രയുണ്ടാവും. അത്ര അടുത്ത സൂര്യനുണ്ട്. അപ്പം നമ്മൾ സ്വർഗാണ് സ്വർഗം, നരകാണ് നരകം ഒന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ മതിയായിരുന്നു. അതിനല്ലേ കാത്തു നിൽക്കുന്നത്. അങ്ങനെയാണ് ആദം നബിയുടെ അടുത്തേക്ക് പോകുക. ആദം നബി കാരണം പറയും, എനിക്ക് പറ്റില്ല, ഞാൻ തന്നെ പേടിച്ചിരിക്കുകയാണ്, ഇവിടെ ഇന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. നൂഹ് നബി മോനെ കപ്പലിൽ കയറ്റുന്ന സമയത്ത് അള്ളാഹിനോട് ചോദിച്ചു പോയിട്ടുണ്ട്, മോനെ കയറ്റി തരുമോ എന്നുള്ളത്. അതുകൊണ്ട് പ്രയാസ. ഇബ്രാഹിം നബിക്ക്, മൂസാനും, എല്ലാ അമ്പിയാക്കളും ഒഴിഞ്ഞു മാറും. അവസാനം സമുദായം ആരടുത്തെത്തും? റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് എത്തും. എന്നാണ് ഇതൊക്കെ എപ്പോഴും ശുപാർശ ചെയ്യുന്ന പറഞ്ഞ് അല്ലേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുകയാണ്. അള്ളാഹ് ആ സമയത്ത് തോന്നിപ്പിക്കുന്ന തസ്ബീഹുകളും അള്ളാഹ് നിർദ്ദേശിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് പറയും, മതി, തല ഉയർത്തിക്കോ മുഹമ്മദേ. ഇനി ചോദിച്ചു, ഒരു ലിമിറ്റ് വെക്കുകയും ചെയ്യും. ആ സമയം വരെ ആ ആളുകളെ അതിൽ ഉൾപ്പെടും. അള്ളാഹിൻ്റെ അനുവാദം ഉണ്ടെങ്കിലേ ശുപാർശ ചെയ്യാൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്, ആർക്കാണോ ഈ ശുപാർശ കിട്ടേണ്ടത് അതും അള്ളാഹ് തീരുമാനിക്കും. അതും നബിയാണോ തീരുമാനിക്കുക? അല്ലേ, അള്ളാഹ് തീരുമാനിച്ചവർക്കേ കിട്ടൂ. 2. 3, അള്ളാഹ് തീരുമാനിച്ച രീതിയിലേ കിട്ടുകയും ചെയ്യൂ. എന്തും കിട്ടുമോ? ഇല്ല. ശുപാർശ ചെയ്യണമെങ്കിലും ആർക്ക് കിട്ടണമെങ്കിലും എന്ത് കിട്ടണമെങ്കിലും ഒക്കെ കൺട്രോൾ അടുത്താണ്? അള്ളാഹിനോട്. അതുകൊണ്ട് ഷഫായത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആരോടാ? അള്ളാഹിനോട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസു മിൻ ഖൽബി, ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോടുകൂടി പറഞ്ഞ വ്യക്തിക്കാണ് എൻ്റെ ഷഫായത്ത്. അല്ലേ? പിന്നെ എനിക്ക് ശുപാർശതാ റസൂലെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഷഫായ എന്ന് പറഞ്ഞ പാട്ടുകൾ ഇങ്ങനെ പാടും, റസൂലെ നിങ്ങൾ ശുപാർശതാ. അല്ലേ? മൊഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അല്ലേ? അതുപോലെ തന്നെ ഔലിയാക്കളോട് ദുആ ചെയ്തെന്തിന്? ശുപാർശക്ക് വേണ്ടിയിട്ട്. അല്ലേ? എന്നാൽ റെക്കമെൻഡ് ചെയ്യുന്ന ഷഫായത്തിൻ്റെ അർത്ഥം ഞാൻ മുമ്പ് ഇവിടെ തന്നെ സൂചിപ്പിച്ചിരുന്നു. മൊയ്തീൻ ഷേഖിനോട് റെക്കമെൻഡ് പറയും, മൊയ്തീൻ ഷേഖ് നല്ലവരാണ്, അമ്പിയാക്കൾ നല്ലവരാണ്, അതുകൊണ്ട് അമ്പിയാക്കളുടെ അള്ളാഹിൻ്റെ റസൂല് നിങ്ങളെ റെക്കമെൻഡ് കിട്ടിയിട്ട് പരലോകത്തിനെ രക്ഷിക്കണേ. ഇത് നേരിട്ട് അള്ളാഹിനോട് പറഞ്ഞാൽ മതി, പറയില്ലേ? നമ്മൾ സാധാരണ തമാശയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ആൾക്കാരുടെ ധാരണ പരലോകത്ത് കത്തും കൊണ്ടുവരുന്ന കുറേ ടീം, കത്ത് കൊണ്ട് കിട്ടാത്ത വേറെ കുറേ ടീം. മുമ്പേ സൂചിപ്പിച്ച ഓർക്കുന്നു വിചാരിക്കുന്നു. ആ ഒരു പൊതുസമൂഹത്തിൻ്റെ ധാരണ പരലോകത്ത് വലിയൊരു സ്റ്റേജ് ഉണ്ടാവും, താഴെ കുറേ ആൾക്കാരുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വരികയാണ് മൈക്കിൽ, മൊയ്തീൻ ഷേഖിൻ്റെ ശുപാർശയായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു സൈഡിലേക്ക് മാറിയേക്ക്, ഇപ്പോൾ ഒരു വേറെയായി. റിഫായി ഷേഖിൻ്റെ കത്തും കൊണ്ടുവന്ന ആൾക്കാർ വേറെ ഭാഗത്ത്, റസൂലുള്ളാഹിന്റെ കത്തും കൊണ്ടുവന്ന ആൾക്കാർ വേറെ. കാരണം ഇവരൊക്കെ അവരോട് ദുആ ചെയ്തല്ലേ, ശുപാർശ തരണേ ശുപാർശ തരണേ. അവസാനം നോക്കുമ്പോൾ കുറച്ച് സെൽഫികൾ ബാക്കിയുണ്ട്, ആരെ കത്തുമില്ല. ഡയറക്റ്റ് അള്ളാഹിനോട് ഈ രക്ഷിക്കണേ വടച്ചോനെന്ന് മാത്രം പ്രാർത്ഥിച്ച ഒരു കത്തുമില്ല. അപ്പോൾ മൈക്കിൽ അടുത്ത അനൗൺസ്മെൻറ്റ്, കത്ത് കിട്ടിയവരൊക്കെ സിറാത്ത് വാൽത്തുമ്മ കൂടെ സ്വർഗത്തിൽ പോട്ടെ. കത്ത് നിങ്ങൾ എന്നോട് നേരിട്ട് ദുആ ചെയ്ത ആൾക്കാരല്ലേ, കത്തൊന്നില്ലേ, പോയിക്കോ നരകത്തിലേക്ക് എന്ന് പറയുന്നത് ചിന്തിക്കുന്ന പോലെ. അങ്ങനെ ഉണ്ടാകുമോ പരലോകത്ത്? ഇല്ല. ശുപാർശ കിട്ടണമെങ്കിൽ ആരാണ് ശുപാർശ കൊടുക്കുന്നത്? അള്ളാഹിൻ്റെ അനുവാദം. അതുകൊണ്ട് കിട്ടാൻ ആരോടാ ദുആ ചെയ്യേണ്ടത്? അള്ളാഹിനോട്. അള്ളാഹുവേ, എനിക്ക് ഇതിന് അർഹരായ ഒരാളിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. പിന്നെ ശുപാർശകരുണ്ടാകും. ചെറിയ മക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും, പഠിച്ചോനെ എൻ്റെ ഉമ്മാനെ ഉപ്പാനെ എങ്ങോട്ട് കൊണ്ടെത്താ, എനിക്ക് സ്വർഗത്തിൽ എൻ്റെ കൂടെത്താ. ഉമ്മ ഉപ്പ സ്വാലിഹീങ്ങളാണെങ്കിൽ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്ത് കിട്ടും? സ്വർഗം കിട്ടും. ഇതൊക്കെ എല്ലാത്തിനും എന്താണ് വിഷയം? ഇല്ല ബി ഇദ്നി, അള്ളാഹിൻ്റെ എന്ത് വേണം? അനുവാദം വേണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. യഅലം മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബി ഇദ്നി, അള്ളാഹിൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരാണുള്ളത്? യഅലമു, അവൻ അറിയുന്നു, മാ ബൈന ഐദീഹിം, അവരുടെ മുമ്പിലുള്ളത്, വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതും എല്ലാം അള്ളാഹ് അറിയും. മനസ്സിൽ വിചാരിക്കുന്ന ആരറിയും?
അള്ളാഹ് അറിയും. അള്ളാഹിനെ പറ്റിച്ചിട്ടൊന്നും ചെയ്യാൻ നോക്കണ്ട. എല്ലാം അള്ളാഹ് അറിയും. ചിന്തിക്കുന്നത് ആരറിയുന്നുണ്ട്? അള്ളാഹ് അറിയുന്നുണ്ട്. ഒരു ഇല കൊഴിയുന്നത് ആരറിഞ്ഞിട്ടല്ലാതെ ഇല്ല? അള്ളാഹ് അറിയാതെ ഇല്ല. അള്ളാഹിൻ്റെ കിതാബിൽ എഴുതി വെച്ചതല്ലാതെ സംഭവിക്കുകയില്ല. വലാ യുഹീത്തൂന, അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല. നമ്മൾക്ക് മനുഷ്യർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല. ബിഷൈഇൻ, ഒന്നിനെക്കുറിച്ചും, മിൻ ഇൽമിഹി, അള്ളാഹിൻ്റെ അറിവിൽ നിന്ന്, ഇല്ലാ ബിമാ ഷാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നതല്ലാതെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാനും പറ്റില്ല. അള്ളാഹ് ഉദ്ദേശിച്ചതേ നമുക്കറിയുന്നുള്ളൂ. അള്ളാഹ് ഉദ്ദേശിച്ചതേ നടക്കുന്നുള്ളൂ. അള്ളാഹു വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ, അല്ലേ? നമ്മുടെ കഴിവോ നമ്മുടെ ഒന്നും ലോകത്തില്ല. എല്ലാവരുടെ തൗഫീഖ് കൊണ്ടാ. അള്ളാഹിൻ്റെ ശുപാർശകർ പോലും അള്ളാഹിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ, അള്ളാഹിൻ്റെ സമ്മതം കിട്ടിയ ആളുകൾക്ക് അള്ളാഹു എത്രയാണോ സമ്മതിക്കുന്നത് അത്രയല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ല. ഇനി വസിഅ കുർസിയുഹു, അവൻ്റെ കുർസി അള്ളാൻ്റെ കുർസി വിശാലമാണ്. എത്രത്തോളം? അസ്സമാവാതി വൽ അർദ്, ആകാശങ്ങൾക്കും ഭൂമിക്കും. അള്ളാൻ്റെ കുർസി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മൗളിഉ ഖദമൈ, അള്ളാൻ്റെ കാല് വെക്കുന്ന സ്ഥാനം സങ്കല്പിക്കരുത്. അള്ളാഹ് നമ്മളെ പോലെയല്ല. അള്ളാൻ്റെ കാലെന്ന് പറയുമ്പോൾ അള്ളാൻ്റെ കൈ എന്ന് ഖുർആനുണ്ട്, യദുല്ലാ, അള്ളാൻ്റെ കൈ, അല്ലേ? അതുപോലെ തന്നെ പിന്നെ അള്ളാഹുവിൻ്റെ അവയവങ്ങളെ പറ്റി പറയുമ്പോൾ നാം മനുഷ്യരുടെ അവയവങ്ങളുമായി താരതമ്യം ചെയ്യരുത്. അള്ളാഹുവിന് അള്ളാഹ് യോജിക്കുന്ന രീതിയിൽ. വേറെ സ്ഥലത്ത് പിന്നെ കുർസി കസേര എന്നൊക്കെ ഉണ്ട്. അപ്പം ഇരിക്കുന്ന സ്ഥാനം എന്ന് വിചാരിക്കരുത്. അള്ളാഹ് അർശിലാണ്. അർശിൻ്റെ മുകളിലാണ് ആര്? അള്ളാഹ്. അർശ് അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിലല്ല, സൃഷ്ടിക്ക് മുകളിൽ. അള്ളാഹ് സൃഷ്ടിയിലല്ല ഉണ്ടാകുക, സൃഷ്ടികൾക്ക് മുകളിലാണ് ആരുള്ളത്? അള്ളാഹുള്ളത്. അതുകൊണ്ട് തന്നെ അർശ് വേറെയാണ്, കുർസി വേറെയാണ്. അള്ളാഹിൻ്റെ കാൽപാദം വെക്കുന്ന സ്ഥലം ആകാശങ്ങൾക്കും ഭൂമിയെക്കാളും വിശാലമാണ്. 7 ആകാശത്തിന് അപ്പുറത്തുള്ള ഒന്നാണ് കുർസി. അർശ് വേറെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും അള്ളാഹിനെ പറ്റി പറഞ്ഞതൊന്നും നമുക്കറിയില്ല. ഒന്നാം രാവിലും അവസാന രാത്രിയിലും അള്ളാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. കളിയാക്കുന്നവരുണ്ട്, അല്ലേ? സലഫികളുടെ അള്ളാഹ് ഇങ്ങ് താഴേക്ക് ഇറങ്ങും പുലച്ചക്ക്, പിന്നീട് കയറിപ്പോകും. ഈ ഹദീസിനെ യൻസിലു റബ്ബുന, അള്ളാഹ് ഇറങ്ങുന്നു എന്നുള്ള ഹദീസിനെ അവർ വ്യാഖ്യാനിക്കും അള്ളാഹിൻ്റെ ബർക്കത്ത് ഇറങ്ങുന്നു, അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്നു. അല്ല, റഹ്മത്തെ രക്ഷിക്കണമെന്നല്ല. അള്ളാഹ് ഇറങ്ങിയിട്ട് പറയും, ചോദിക്കുന്നവന് തരാം. എങ്ങനെയാണ് ഇറങ്ങുക? നമുക്കറിയില്ല. അപ്പോൾ ചോദിക്കുകയാണ് ഇതാ. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ അമേരിക്കയിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കൂലേ? അപ്പോൾ ഇവിടെ ഇറങ്ങി കയറുമ്പോഴത്തേക്ക് അമേരിക്കയിൽ പൊലിച്ചായിട്ടുണ്ടാവൂലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഇറങ്ങണം. അള്ളാഹ് 24 മണിക്കൂർ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ കയറി ഇറങ്ങി. ഇതാരെപ്പറ്റിയാണ് പറയുന്നത്? അള്ളാഹിനെ പറ്റി. നമുക്കറിയില്ല. നമുക്ക് തന്നെ അറിയാം, മനുഷ്യൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ, ഒരു ഫ്ലൈറ്റ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ, ഒരു ജീവി ഇറങ്ങി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഒക്കെ വേറെ വേറെ അല്ലേ? ഇതുപോലെ അള്ളാഹിൻ്റെ ഒന്നും നമുക്കറിയില്ല. അള്ളാഹിൻ്റെ കൈ അറിയില്ല. അള്ളാഹുവിൻ്റെ 2 കൈയും വലതാണ് എന്ന് ഹദീസിൽ വന്നതാണ്. ഇതിനൊക്കെ എന്ത് ചെയ്യും? ബുദ്ധി കൊണ്ട് ഹദീസ് വ്യാഖ്യാനിക്കുന്നവർ, മുഅ്തസിലിയാക്കൾ, അവരൊക്കെ നിഷേധിക്കുന്നവരുണ്ട്, വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ അഹ്ലുസുന്നയുടെ വിശ്വാസം, അള്ളാഹ് പറഞ്ഞോ അതങ്ങനെ തന്നെ, അത് അറിയപ്പെട്ടതാണ്. അത് വ്യാഖ്യാനിക്കൽ നമുക്ക് പാടില്ലാത്തതാണ്. വിശ്വസിക്കൽ നമുക്ക് എന്താണ്? നിർബന്ധമാണ്. അള്ളാഹിൻ്റെ കുർസി എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾക്കും ഭൂമിക്കും വിശാലമാണ്. അപ്പം അള്ളാഹിൻ്റെ കാൽപാദം വെക്കുന്ന സ്ഥലം നമ്മൾ നമ്മുടേതായിട്ട് മനുഷ്യരുടേതായിട്ട് ഒന്നും സങ്കല്പിക്കേണ്ട, അതാണ് ഉദ്ദേശിക്കുന്നത്. വലാ യഊദുഹു, അവനെ ഭാരപ്പെടുത്തുന്നില്ല. ഹിഫ്ളുഹുമാ, അവ രണ്ടിൻ്റെയും സംരക്ഷണം. കാരണം വഹുവ, അവൻ അൽ അലി, ഉന്നതനാണ്, അൽ അലീം, മഹത്തായവനുമാണ്. അവൻ ഉന്നതനുമാണ്, മഹത്തായവരുമാണ്. ഇതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ആരാണ് എന്ന് ആയത്തുൽ കുർസിയിലൂടെ അള്ളാഹ് നമ്മെ സൂചിപ്പിക്കുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? 1 മണിക്കൂറായിട്ടില്ല. ഒരായത്തും കൂടെ എടുക്കല്ലേ? നമ്മൾ ഓതി വെച്ചായത്തും കൂടെ എടുത്തൂടെ? 5 മിനിറ്റ് കൊണ്ട് തീരും ഇൻഷാ അല്ലാഹ്. എന്താ ഡൗട്ടുണ്ടോ? പിന്നെ ചോദിക്കാം. ഞങ്ങൾ എന്തോ ആലോചിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഡൗട്ട്. അടുത്ത പറയട്ടെ. ഇസ്ലാമിൻ്റെ ഒരു പൊതു തത്വമാണ് പിന്നെ ഈ ആയത്തിൽ ഒന്നും കൂടെ വിട്ടുപോയതാണ്. ഈ അള്ളാഹിനെ പറ്റി വിശദീകരിച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഖുൽ ഹുവല്ലാഹു അഹദിൻ്റെ ലാസ്റ്റ് ആയത്ത് ഏതാണ്? വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹ്ക്ക് തുല്യനായിട്ട് ആര് മാത്രമാണ്? അള്ളാഹ് മാത്രം. അപ്പം എല്ലാം അങ്ങോട്ടേക്ക് മടക്കിയാൽ മതി. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലത്തെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളതായിട്ടൊന്നും അള്ളാഹിനെ പറ്റി എന്ത് ചെയ്യണ്ട?
സങ്കല്പിക്കേണ്ട. അള്ളാഹിനെ പറ്റി എന്താണോ പറഞ്ഞത് അതപ്പടി വിശ്വസിക്കുക. മുമ്പൊക്കെ സങ്കല്പം മുസ്ലിങ്ങളിൽ പോലും ഉണ്ട്. നമ്മളൊക്കെ മദ്രസ പഠിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിച്ചു വന്നിരുന്നു. ഇവിടെ ഒക്കെ അള്ള ഉണ്ട്, തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാവരുടെയും അള്ള ഉണ്ട്. അള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ അള്ള എന്താ പറയുക, അള്ള മുകളിലാണ്, അള്ള ആകാശത്താണ് അല്ലേ. ആകാശം എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്ക് മുകളിൽ. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ ഇല്ലെന്ന് ഉറപ്പിക്കുമ്പോൾ ആദ്യം റസൂൽ ഒരു പെണ്ണിനോട് എന്താ ചോദിച്ചത്? അയ്യൻ അള്ളാഹ്, അള്ള എവിടെയാ? പെണ്ണ് പറഞ്ഞു എന്ത്? അള്ളാഹ് ഫിസ്സമ, അള്ളാഹ് ആകാശത്താണ്. ചില ആളുകളൊക്കെ കളിയാക്കലുണ്ട്, അള്ളാഹ് പിന്നെ മുജാഹിദിൻ്റെ അള്ളാഹ് ആകാശത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നേ പറയാൻ പറ്റൂ. മറ്റുള്ള വിശ്വാസങ്ങളുടെ സങ്കല്പങ്ങളാണ് ഇവിടെ ഒക്കെ അള്ള ഉണ്ട് എന്നുള്ളത്. അള്ളാഹ് ഫിസ്സമ അല്ലേ, അള്ളാഹ് ആകാശത്താ അല്ലേ. പിന്നെ നബി രണ്ടാമത് ചോദ്യം ചോദിച്ചു, പെണ്ണിനെ പരീക്ഷ ടെസ്റ്റ് ചെയ്യാൻ മുസ്ലിം ആയിട്ടുണ്ടോ? മൻ അന, ഞാൻ ആരാ? അപ്പോൾ നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ റസൂൽ പറഞ്ഞു, ഈ അടിമപ്പെണ്ണിനെ മോചിപ്പിക്ക്, മുഅ്മിന. ഈ പെണ്ണ് ആരായി മാറിയിട്ടുണ്ട്? മുഅ്മിനായി മാറിയിട്ടുണ്ട്. പിന്നെ അടിമയായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? വെച്ചുകൊണ്ട് കൊടുക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അടുത്ത വചനം, ലാ ഇക്റാഹ ഫിദ്ദീൻ. ലാ ഇക്റാഹ, നിർബന്ധം ചെലുത്തലില്ല, ബലാത്കാരമില്ല, ഫിദ്ദീൻ, മതത്തിൽ. ഇസ്ലാം ദീനിൽ എന്തില്ല? നിർബന്ധിച്ചു കൊണ്ടിരുന്ന പരിപാടിയിലില്ല. കാരണം ഖത്തബയ്യന, വ്യക്തമായി കഴിഞ്ഞു, അറുഷ്ദു, ഈ നേർവഴി, മിനൽ ഓയി, ഈ ദുഷിച്ച മാർഗത്തിൽ നിന്ന്, മോശപ്പെട്ട മാർഗത്തിൽ നിന്ന് നേർവഴി വ്യക്തമായി കഴിഞ്ഞു. അള്ളാഹ് സത്യം പറഞ്ഞു, അസത്യം പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി മതത്തിൽ എന്ത് വേണ്ട? ഒരു നിർബന്ധ ചെലുത്തി. ഇസ്ലാമിൻ്റെ തത്വം ഇത് എന്നുണ്ടല്ലേ ലോ ജിഹാദ്, വേറൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ പറയുന്നത്. ഇസ്ലാം ഒരാളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പാടില്ല എന്ന് പറയുന്ന മതമാണ്. ഒരാളെയും പാടില്ല. കല്യാണം കഴിച്ചു കൊണ്ടിരിക്കും വേണ്ട അല്ലേ. പലതും ആൾക്കാർക്ക് ഇങ്ങനെ തോന്നിപ്പോവും, അങ്ങോട്ട് ഇങ്ങനെയൊന്നും വേണ്ട. സത്യം ശരിക്കും മനസ്സറിഞ്ഞ് ബോധ്യപ്പെട്ട് കഴിഞ്ഞോ, പിന്നെയും ബോധ്യപ്പെട്ടോ, അങ്ങനെ വേണ്ടു. ഇസ്ലാം എത്ര ആളെ തികക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എത്ര ആളെ മതം മാറ്റിയെന്നും ആരോടും ചോദിക്കൂല. നീ ഇസ്ലാം എത്തിച്ചു കൊടുത്തോന്നോ ചോദിക്കൂ. ഇസ്ലാമിനെ പറ്റി മുസ്ലിങ്ങളും പേടിക്കണ്ട, മറ്റവരും പേടിക്കണ്ട. നിർബന്ധിച്ച് മതം ചെലുത്തുന്ന പരിപാടി ഇസ്ലാമിലില്ല. പറ്റിച്ച് മതം മാറ്റുന്ന പരിപാടിയും ക്രിസ്ത്യാനികളോട്ട് ഇസ്ലാമിലില്ല അല്ലേ. ഒരപ്പക്കഷ്ണം കൊടുക്കുക, നല്ല മധുരം കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഇസ്ലാം വെക്കുക, എന്നിട്ട് അപ്പം തിന്നിക്കുക. അപ്പം എന്തും തിന്നും? ഇസ്ലാമും തിന്നും. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. നമ്മൾ ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തൗഹീദൊന്നും പറയണ്ട, ഇസ്ലാമൊന്നും പറയണ്ട. ആദ്യം ആ നാട്ടിൽ കിണറുണ്ടോ നോക്കുക, കിണറൊന്നില്ലൊരു കിണറായിട്ട് കുഴിക്കുക. അവിടെ വീട്ടിലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടോ നോക്കുക, അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുക. 1-2 കൊല്ലം ഇതൊക്കെ കിട്ടി കുറേ ആൾ മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ ഇസ്ലാം പറയണ്ട. ഓരോ സ്നേഹം പിടിച്ചു പറ്റി ഓരിങ്ങനെ ആക്കി, അങ്ങനെയല്ല. ഇസ്ലാം ഡയറക്റ്റ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. അരി കൊടുത്താലും പഞ്ചസാര കൊടുത്താലും മതം എന്നത് വേറെ ബുദ്ധിയോട് സംസാരിക്കുന്ന വിഷയമാണത്. ഇങ്ങനെ സോപ്പിട്ടിട്ടും ഇസ്ലാം വേണ്ട, നിർബന്ധിച്ചിട്ടും ഇസ്ലാം വേണ്ട. ഇതൊക്കെ ചെയ്യുന്നത് ക്രിസ്ത്യാനികളും മറ്റു മതക്കാരൊക്കെ ചെയ്യുന്നത് ആളില്ലാത്ത കുറവുണ്ടല്ലേ. അള്ളാഹിൻ്റെ മതത്തിൽ അങ്ങനത്തെ പ്രശ്നമുണ്ടോ? അള്ളാഹ്ക്ക് ഇല്ല. ഇസ്ലാം എങ്ങനെ മതി? നേരിട്ട് പറഞ്ഞാൽ മതി. എന്നാൽ എങ്ങനെ മസിൽ പിടിച്ച് പറയണമെന്നാണോ? പറയുമ്പോൾ സ്വഭാവം നന്നാക്കണം അല്ലേ. എന്തെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കണം, പോസിറ്റീവായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. രാവ് പറയണം, പകലും പറയണം, പിന്നെയും പറയണം. നൂഹ് നബിയൊക്കെ അങ്ങനെയല്ലേ, 950 കൊല്ലം പറഞ്ഞു. നൂഹ് നബി ഇസ്ലാം പറയുമ്പോൾ ആൾക്കാർ ചവിട്ടിലെന്തോ ഇട്ട് കളിയാണ്, ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്കൊന്നും അങ്ങനത്തെ അനുഭവം ഇല്ല, കാരണം നമ്മളൊന്നും പറയലുമില്ല. ഏതെങ്കിലും ഒരാൾ കൂട്ടുകാരനെ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളുടെ നാട്ടിൽ മഴ എങ്ങനെയുണ്ട്, ഇവിടുത്തെ മഴ എങ്ങനെ, അതിൻ്റെ കളർ എങ്ങനെയാണ്, അവിടെ ഇതെന്തുണ്ട്, എല്ലാം പറയും. ഇസ്ലാം പറയുമോ? അത് പറഞ്ഞാൽ എന്താ മോശമാവില്ല. തീരുമാനിച്ചു നോക്കിയേ, ഒരു 5 മിനിറ്റ് അള്ളാഹിനോട് പറയൂലേ, പരലോകത്ത് ഈ വ്യക്തി ഇയാൾ ഇത്രയും കൂടെ ജീവിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അല്ലേ. നമ്മൾ വിചാരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതേതെങ്കിലും കുറേ മുസ്താക്കന്മാർ സ്റ്റേജ് കെട്ടി പറയേണ്ട സാധനമാണ്. അല്ല, അതതിന് ചെറുത് ഭാഗ. നമ്മൾ ഫേസ് ടു ഫേസ് ചെയ്യുന്ന ദഅവത്ത്, അതാണ് ഏറെ സ്വാധീനം. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ നമ്മളെ കണ്ട് പഠിക്കും, ഇതാണ് ഇസ്ലാം. ഞാൻ ചൊല്ലിയ ഷഹാദത്ത് സത്യമാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും. അയാളുടെ ജീവിതം, അയാളുടെ പെരുമാറ്റം, അയാളുടെ ജീവിത രീതി നമ്മളെ കണ്ടാൽ ഉണ്ടാകുമെന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി അല്ലേ. നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുക എന്നുള്ളത് മറ്റുള്ള ആൾക്കാർ, ഇന്ത്യയുടെ കോടതിയോ പോലീസുകാരോ പേടിക്കേണ്ട വിഷയമല്ല. ഖുർആൻ നമുക്ക് ഇസ്ലാം നിഷിദ്ധാക്കിയൊരു വിഷയമാണത്. നിർബന്ധിച്ചിട്ട് ഒരാൾ എങ്ങോട്ട് കൊണ്ടുവരിക?
ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക. അങ്ങനത്തെ ഒരു വിഷയം തന്നെ ഇസ്ലാമിലില്ല. സൗകര്യം ഉണ്ടായി പഠിച്ച് ഈ സത്യം ബോധ്യപ്പെട്ടാൽ വരണം. പറയുമ്പോൾ നമ്മൾ ദാവത്ത് നടത്തുമ്പോൾ ഇജ് വേണം വന്നാൽ മതി അങ്ങനെ പറയുകയും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഒരാളുടെ നരകത്തിൽ നിന്ന് രക്ഷിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം, അല്ലേ? ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ നിലക്ക് ദഅവത്ത് നടത്തുകയും വേണം. ഫമൻ യക്ഫുർ ബിത്വാഗൂതി, ദുർമൂർത്തികളെ ആര് നിഷേധം കാണിച്ചുവോ, അഥവാ ത്വാഗൂത്ത് എന്നാൽ ദുർമൂർത്തി, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാം എന്താണ്? ത്വാഗൂത്താണ്. ആ താഗൂത്തിനോട് ആര് അവിശ്വാസം കാണിച്ചുവോ, വയുമിൻ ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിച്ചുവോ, ഫഖദിസ്തംസക, അവൻ പിടിച്ചു, ബിൽ ഉർവത്തിൽ വുസ്ഖാ, ഏറ്റവും ഫലവത്തായ ഒരു കയറിൽ, അഥവാ ഫഖദിസ്തംസക, അവൻ മുറുക്ക പിടിക്കുന്നതിന് ഇസ്തംസക എന്ന് പറയുക, മുറുകെ പിടിച്ചു കഴിഞ്ഞു. ബിൽ ഉർവ, കയർ, അൽ വുസ്ഖാ, ഫലമുള്ള കയറിൽ. അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാൾക്ക് പൊട്ടാത്ത കയറാണ് കിട്ടിയത്, മറ്റേത് പൊട്ടും. അള്ളാഹുവിൽ അവിശ്വസിച്ച ഒരാൾക്ക് ആകാശത്തുനിന്ന് വീണവനെ പോലെയാ, എങ്ങോട്ടവനെ കൊണ്ടുപോകുന്നറിയില്ല. ഇന്ന് ആ സായിബാബ, നാളെ അമ്മ, നാളെ വേറെ ആൾ, ഇന്ന ജാറത്തിങ്കിൽ പോയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചു, ഇല്ല അപ്പോഴാണ് പറഞ്ഞത് കാസർഗോഡ് തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അവിടെ പോയിക്കോന്ന്. അവിടെ പോകുമ്പോഴാണ് അതിനേക്കാളും നല്ലത് മുക്കത്താണ് ഉള്ളത്, അല്ലേ? മുക്കത്തുനിന്ന് വിചാരിക്കും ഇങ്ങുള്ളത്, മുക്കത്താർ കാസർഗോഡ്, കാസർഗോഡുകാർ മുക്കത്ത്, ഇങ്ങനെ നാടായ ജാറങ്ങൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും എല്ലാവരും. എവിടുന്നെങ്കിലും കിട്ടുമോ? ഇല്ല, ഇതിങ്ങനെ ചെതറിക്കൊണ്ടേയിരിക്കും. മറ്റവനോ, അല്ലാ നീ വിധിച്ചതേ എനിക്ക് തരൂ, നീ വിധിക്കത് മാത്രമേ എനിക്ക് കിട്ടൂ, അല്ലാത്ത ഒന്നും എൻ്റെ കയ്യിൽ വരില്ല. അള്ളാഹുൽ മുറുകെ പിടിച്ച് ഒന്നും സംഭവിക്കാതെ നിൽക്കുകയാണ്. ലം ഫിസ്വാമലഹ, അത് പൊട്ടിപ്പോകൂല. വല്ലാഹു, അള്ളാഹു സമീഉൻ, എല്ലാം കേൾക്കുന്നവനാണ്, അലീം, എല്ലാം അറിയുന്നവനുമാണ്. ഇതാണ് ഈ വചനം. ഇൻഷാ അല്ലാഹ് അടുത്ത വചനം കൂടി ഹിസ്ബിൻ്റെ ഭാഗമാണ്, പക്ഷേ ഈ ഒരു വിഷയം മതി, ഇത്രയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പഠിച്ചു വെക്കുക. 2-3 കാര്യങ്ങൾ പറഞ്ഞു. പ്രവാചകന്മാരുടെ കഥകൾ, അള്ളാഹു ചിലർക്ക് ചിലരേക്കാൾ ദറജ കൂട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു, എന്നാൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. റൂഹ് പിരിയുന്നതിന് മുമ്പ്, ഒരു ഉപകാരവും നമ്മുടെ പണം കൊണ്ട് കിട്ടുന്നതിന് മുമ്പ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു, അതാണ് ബാക്കി ഉണ്ടാവുക ഖബറിലും പരലോകത്തും. അതുപോലെ തന്നെ ആയത്തുൽ കുർസിൻ്റെ മഹത്വം, അതർത്ഥം പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ഫർള് നമസ്കാര ശേഷം എപ്പോഴും ഓതുക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഓതുക. അള്ളാഹിൻ്റെ കിതാബിൽ അത്ര മഹത്വമുള്ളവർ ആയത്തുകളില്ല. ആ നിലക്ക് തന്നെ അതിനെന്ത് ചെയ്യുക? പരിഗണിക്കുക. അള്ളാഹിനെ എങ്ങനെയാണോ അള്ളാഹ് വിശേഷിപ്പിച്ചത് അതങ്ങനെ തന്നെ വിശ്വസിക്കുക. അതുപോലെ തന്നെ ഇസ്ലാം മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയോട്, മനുഷ്യൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന മതമാണ്. നിർബന്ധിച്ചിട്ടും സോപ്പിട്ടിട്ടും പറ്റിച്ചിട്ടും ഒരാളെയും ഇസ്ലാമിലേക്ക് എന്ത് ചെയ്യരുത്? കൊണ്ടുവരാൻ പാടില്ല. നീ ഉത്ബോധനം നടത്തുക. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, നീ ഉത്ബോധനം നടത്ത്, നീ ഒരു ഉപദേശകം മാത്രം, അത്രേ നീ ഉള്ളൂ. നിന്റെ പണി പറഞ്ഞു കൊടുക്കുക. അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വിശ്വസിക്കും. ഒരാളുടെ പ്രസംഗം കേട്ടിട്ട് പിന്നെ ആയിരങ്ങൾക്ക് പിന്നെ ഇസ്ലാമിക പ്രകാശം നൽകി എന്നൊക്കെ പറയും, തെറ്റാ. ഇസ്ലാമിക പ്രകാശം നൽകുന്നത് ആരാ? അള്ളാഹ്. ഇതൊരു തൗഫീഖാ, അല്ലേ? മനസ്സിലേക്ക് ഹിദായത്ത് ഇട്ട് കൊടുക്കുന്ന ആര് മാത്രം? അള്ളാഹ്. അല്ലാതെ 10,000 സാക്ഷ്യത്തിൽ വഅദ് പറഞ്ഞാലൊന്നും സത്യം പഠിക്കാനൊന്നും കഴിയില്ല. അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടാകുമ്പോഴേ ഒരാൾ ഹിദായത്തിലേക്ക് വരിക. അത് അള്ളാഹു കൊടുക്കുമ്പോൾ മാത്രമേ കിട്ടും. അബൂ താലിബിന് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് പോലും റസൂൽ ആഗ്രഹിച്ചു, കിട്ടിയോ? ഇല്ല. എന്നിട്ടല്ലേ വേറെ ആളുകൾ കൊണ്ട് കിട്ടുന്നത്? അള്ളയാണ് ഒരാളെ ഇസ്ലാമിലേക്ക് എത്തിക്കുന്നത്. നാം പ്രബോധനം ചെയ്യുക. ബലം പിടിച്ചും സോപ്പിട്ടിട്ടും അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.